പ്രിയമുള്ളവരെ നമസ്കാരം. അങ്ങനെ എന്തായാലും നമ്മുടെ ബിഗ് ബോസ് ഏകദേശമൊക്കെ ഫിനാലെയോടുകൂടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടായാലും പ്രേക്ഷകർക്കിടയിൽ ആരായിരിക്കും വിജയിക്കുക എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും അടിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയാലും ആരായിരിക്കും ഇത്തവണത്തെ ബിഗ് ബോസ് വിന്നർ എന്നുള്ള കാര്യത്തിൽ മത്സരാർത്ഥികളുടെ പേര് പറഞ്ഞ് പലരും പല ഗ്രൂപ്പുകൾക്കിടയിൽ നിന്നും അടി നടക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ പലവിധ പ്രശ്നങ്ങൾ ഹൗസിനുള്ളിൽ നടക്കുന്നുണ്ട്, പലവിധ പ്രശ്നങ്ങളും പുറത്ത് പലരും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനങ്ങനെ മുമ്പത്തെ പോലെ എനിക്ക് അധികം സമയം കിട്ടാത്തതുകൊണ്ട് അധികം ഞാനങ്ങനെ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്നില്ലെങ്കിലും ഇടയ്ക്ക് 1-2 എപ്പിസോഡുകൾ കണ്ടു. അതിനിടയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് ഉണ്ട്. എൻ്റെ പൊന്നെ, എനിക്ക് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ സത്യസന്ധമായി പറയാമല്ലോ, എന്നോട് ദൈവീയതാർക്കും ഒരു വിരോധവും തോന്നരുത്. ഇതെങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോകത്തക്ക രീതിയിലുള്ള അരോചകമായിട്ടുള്ള കോണ്ടന്റുകളാണ് ഈ നിവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എനിക്ക് പൊതുവേ നിവിനെ ആദ്യമേ താല്പര്യമില്ലാത്തൊരു മത്സരാർത്ഥിയാണ്. കാരണം അടിസ്ഥാനപരമായിട്ടൊരു മനുഷ്യന് സഹജീവികളോട് സ്നേഹവും കരുണയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ കരുതലും ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളിപ്പം വേറൊരാളെ ഇനി ഒരു പക്ഷേ സഹായിച്ചില്ലെന്നുണ്ടെങ്കിലും നമ്മൾ ആരും ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു ചിന്ത എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആകാം എനിക്ക് തുടക്കം മുതലേ നിവിൻ കാണിക്കുന്ന സ്വാർത്ഥത, ഭക്ഷണത്തോട് കാണിക്കുന്ന ആർത്തി, മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് തട്ടിപ്പറിച്ച് അല്ലെങ്കിൽ കട്ട് തിന്ന് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരു മത്സരാർത്ഥിയാണ് നിവിൻ. പിന്നെ ഈ നിവിൻ എന്തോ വലിയ എൻ്റർടൈനറാണ് എന്നൊക്കെ പുറത്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിവരക്കേടുകളെ എൻ്റർടൈൻമെൻറ്റായിട്ട് ആഘോഷിക്കുകയാണ് സമൂഹം. ഇപ്പം ഏതെങ്കിലും രീതിയിൽ മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരാളുടെ ഒരു ആക്ട് കാണുമ്പോൾ പുറത്തു നിന്ന് ഒരാൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരുമിച്ച് കഴിയുന്ന ഇപ്പം നമ്മൾ പറയുന്ന ഒരു ലളിതമായൊരു ചൊല്ലുണ്ട്, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേല എന്നൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മളുടെ ഒപ്പം ഇത്തരം മാനസികാവസ്ഥയുള്ള ഒരാൾ നടക്കുമ്പോൾ മാത്രമേ ഇവരെക്കുറിച്ച് നമുക്ക് ചിന്ത വരത്തുള്ളൂ. ഇപ്പം നിങ്ങൾ 4-5 സുഹൃത്തുക്കളും കൂടി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് നിങ്ങൾ പോകുകയാണെന്ന് വെച്ചോളൂ. നിങ്ങൾ ആ സ്ഥലത്ത് ചെല്ലുകയും നിങ്ങളൊരു സ്ഥലത്ത് കുടുങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ കണക്കൂട്ടുകയാണ്, നമ്മുടെ കയ്യിൽ ഇത്രയും ഭക്ഷണമുണ്ട്, ഇനി നമുക്ക് ഒരാഴ്ച കൂടി ഇവിടെ തങ്ങേണ്ടി വരും. ഈ ഒരാഴ്ചത്തേക്ക് നമുക്ക് 5 പേർക്ക് ഒരുമിച്ച് കഴിയാനുള്ള ഭക്ഷണം നമ്മുടെ കയ്യിലില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഓരോ ദിവസവും നമ്മൾ വീതം വെച്ചും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചും നമ്മൾ ജീവിക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റൂ, നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കും. പക്ഷേ ആ സമയത്ത് ഒരുത്തൻ രാത്രിയിൽ നിങ്ങൾ 2 പേർക്ക് കിട്ടേണ്ട ഒരു ഭക്ഷണം അടിച്ചു മാറ്റി ഭക്ഷണം കഴിച്ചാൽ അവനെ നിങ്ങൾ എപ്രകാരം കാണും? അതുപോലെ തന്നെ ഇപ്പം സമൂഹത്തിൽ ഏതെങ്കിലും രീതിയിൽ ആദരവ് അർഹിക്കുന്ന മനുഷ്യരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളൊരു ബഹുമാനമോ ആദരവോ കൊടുക്കാറുണ്ട്. ഇവിടെ പലപ്പോഴും നിവിൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ് പുറത്ത് വന്ന കണ്ടന്റുകളൊക്കെ ഞാൻ കാണുമ്പോഴത്തേക്ക് ലാലേട്ടനോട് സംസാരിക്കുമ്പോഴായിക്കോട്ടെ, ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോൾ ആയിക്കോട്ടെ, വിവരക്കേടുകൾ എഴുന്നള്ളിക്കുന്നതിനെ എൻ്റർടൈൻമെൻറ്റായിട്ട് പലപ്പോഴും ആഘോഷിക്കുകയാണ്. പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതിനെ എൻ്റർടൈൻമെൻറ്റായിട്ട് നിങ്ങൾ ആഘോഷിക്കുകയാണ്. മലയാള സിനിമ നിങ്ങൾക്കറിയാം, മലയാള സിനിമയിൽ പ്രഗത്ഭരായിട്ടുള്ള ധാരാളം മനുഷ്യർ നമുക്ക് മുമ്പിൽ നമ്മളെ രസിപ്പിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഇതൊരു അഭിനയമല്ല, ഇതൊരാളുടെ റിയൽ നേച്ചറാണെന്ന് ആലോചിക്കുക. അപ്പോൾ ആ റിയൽ നേച്ചർ ഇയാൾ കാണിക്കുന്ന വിവരക്കേട് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഞാൻ പറയാൻ വന്നാലും നേരത്തെ ഞാൻ കണ്ടിട്ടുള്ളത് ഇതാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ ഈ ക്യാപ്റ്റൻസി ടാസ്കുമായി ബന്ധപ്പെട്ട് കയറ് പിടിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ അനുമോളെയും സാബുമാനെയും ഒക്കെ ഈ നമ്മുടെ നിവിൻ അടുക്കളയിൽ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നൊരു സീൻ ഞാൻ കണ്ടു. സീരിയസ്ലി സത്യം പറഞ്ഞാൽ എനിക്ക് ആ കണ്ടന്റിൽ നിവിൻ അവിടെ കിടന്ന് കാണിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ കഴുത്തിൽ ആ കയറ് വരിഞ്ഞു മുറുകി ഇവനെ വലിച്ചെടുത്ത് വെളിയെറിയണം എന്ന് ആ അകത്താരെങ്കിലും ഉണ്ടായിരുന്ന തോന്നണമായിരുന്നു. ആ കയർ ഒരെണ്ണം എൻ്റെ കയ്യിലായിരുന്നെങ്കിൽ എന്ന് ആ നിമിഷം നമുക്ക് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വന്നു. എന്ത് അരോചകമാണ്! വേറെ 3 മത്സരാർത്ഥികൾക്കായിട്ട് കൊടുത്തേക്കുന്ന ഒരു ടാസ്കിനകത്ത് കിടന്ന് കയറിയിട്ട് അവനെ നോമിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ നോമിനേഷനിൽ സാബുമാൻ വന്നില്ല എന്ന ചില കാരണങ്ങളെ വെച്ചുകൊണ്ട് ഇത്തരം നെറികെട്ട രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മറ്റുള്ള മത്സരാർത്ഥികൾ, അതായത് നിരന്തരം അനുമോള് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിവിനോട് പറയുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇതേപോലെ ആക്ട്. അപ്പോൾ ഇത്തരം ഒരു മത്സരാർത്ഥിയെയൊക്കെ എങ്ങനെ സഹിക്കുന്നു, പ്രേക്ഷകർ ഇവരെയൊക്കെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് എനിക്ക് തീരെ മനസ്സിലാവുന്ന കാര്യമല്ല. പിന്നെ അവിടെ മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അനീഷ് ആയാലും ഷാനവാസ് ആയാലും അക്ബർ ആയാലും. അക്ബറിന് തുടക്കത്തിൽ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വന്നിരുന്നെങ്കിൽ പോലും അക്ബർ ഒരു നല്ല മത്സരാർത്ഥിയാണ്. അക്ബറൊക്കെ അവിടെ നിലനിൽക്കേണ്ട, അല്ലെങ്കിൽ ടോപ്പ് 5 അർഹതയോടുകൂടി ടോപ്പ് 5 എത്തേണ്ട ഒരു മത്സരാർത്ഥിയാണ് യഥാർത്ഥത്തിൽ അക്ബറൊക്കെ എന്ന് പറയുന്നത്. അപ്പം അക്ബർ, അതുപോലെ അനീഷ്, അതുപോലെ ഷാനവാസ്, അനുമോള്, ആദില, നൂറ, ഇവരെല്ലാവരും മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു അർത്ഥത്തിൽ ഇപ്പോൾ സാബുമാൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാബുമാൻ ഒരു നല്ല മനുഷ്യനാണ്, നല്ല വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ നമുക്ക് കേരളത്തിന് പുറത്ത് ഒരുപക്ഷെ വിന്നറായോ അല്ലാതെയോ ബിഗ് ബോസിൽ നിന്നൊരു മത്സരാർത്ഥി എന്ന നിലയിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും ആ ഷോയ്ക്ക് അപമാനമുണ്ടാക്കുന്ന ഒരാളായിട്ട് ഒരിക്കലും എനിക്ക് തോന്നാത്ത ഒരാളാണ് സാബുമാൻ എന്ന് പറയുന്നത്. വളരെ വളരെ ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് സാബുമാൻ്റെ കാര്യത്തിൽ എനിക്ക് ആ വ്യക്തിയെ വ്യക്തിപരമായിട്ട് തോന്നുന്നു. പ്രേക്ഷകർക്കിടയിൽ മത്സരാർത്ഥി എന്ന നിലയിൽ അയാൾ എത്രത്തോളം മികച്ചൊരു മത്സരാർത്ഥിയാണെന്നോ എത്രത്തോളം എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ രണ്ടായാലും മത്സരാർത്ഥി എന്നത് മാറ്റിവെച്ചാലും വ്യക്തി എന്ന നിലയിൽ സാബുമാൻ
ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അനീഷ് കോമണറാണ്, അല്ലെങ്കിൽ അനീഷ് നമ്മുടെ PR ധാരാളം കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു ചർച്ച പുറത്ത് നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബിഗ് ബോസിലെ 1ാം സീസണിലെ സാബു ചേട്ടനും അതുപോലെ അനീഷുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് കുറച്ചൊക്കെ എനിക്ക് സാബു ചേട്ടൻ പറഞ്ഞ കുറച്ച് യോജിപ്പുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട് അതിനകത്ത്. യഥാർത്ഥത്തിൽ മുൻപുള്ള, അതായത് RJ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു, മുൻ നമ്മുടെ ഷോകളിൽ കണ്ടസ്റ്റൻ്റായിട്ട് അനീഷ് പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ കഴിഞ്ഞ ഞാൻ അറിഞ്ഞത്, ഇത് എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ അറിഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസിൻ്റെ ഓഡിഷനിൽ അനീഷ് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഒരു സീസണിൽ ഒരാൾ ഓഡിഷനിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അയാൾ ഏതെങ്കിലും രീതിയിൽ അയാൾ ഒരു സ്പേസ് പുറത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ രണ്ടായാലും ഈ പിന്നെ അതിനേക്കാളെല്ലാം ഉപരി ഇപ്പം കോമണർ ആയാലും അയാൾ സെലിബ്രിറ്റി ആയാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അയാൾ പുറത്തേക്ക് കൊടുക്കുന്ന കണ്ടന്റുകളാണ് പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുന്നതും അയാളെ മുന്നോട്ട് നയിക്കുന്നതും. നിലവിൽ അക്കാര്യത്തിൽ അനീഷ് വിജയിച്ചിട്ടുണ്ട്. മത്സരാർത്ഥി എന്ന നിലയിൽ, അതായത് കോമണറെന്നോ സെലിബ്രിറ്റി എന്നോ ആരെന്നോ എന്നുള്ള കാറ്റഗറി അല്ല ഞാൻ പറയുന്നത്, മത്സരാർത്ഥി എന്ന നിലയിൽ 100% അനീഷ് ഇതുവരെയുള്ള മുന്നോട്ട് പോക്കിൽ വിജയമാണ്. അപ്പം അത് അയാളെ എത്രത്തോളം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്, അയാളുടെ പെരുമാറ്റം എത്രത്തോളം അയാളുടെ ഒപ്പം നടക്കുന്ന ആൾക്കാർക്ക് വർക്കാവും, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും അയാളെടുക്കുന്ന അഭിപ്രായങ്ങൾ ശരിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങളുണ്ട്. രണ്ടായാലും നിലവിൽ മുന്നോട്ട് പോകുന്നതിൽ കണ്ടന്റ് കൊടുത്ത് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റി മുന്നോട്ട് പോകുന്ന ഒരു അനീഷുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധമില്ലെന്നുണ്ടെങ്കിലും ഷാനവാസ് തരക്കേടില്ലാതാണ് ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ പല കാര്യങ്ങളെ റീഡ് ചെയ്യുന്നതിലോ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതിലോ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ഷാനവാസ് നമ്മുടെ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടും ലാലേട്ടൻ പറയുന്ന കാര്യങ്ങളെ അസഹിഷ്ണുതയോടെയൊക്കെ നോക്കിക്കാണുകയും ലാലേട്ടനോട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നിലനിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ലക്ഷ്മി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് അക്ബർ യഥാർത്ഥത്തിൽ ഷാനവാസിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ്. അക്ബർ അങ്ങനെ അല്ല ചെയ്തത്. അക്ബറിന് നല്ല മനസ്സുകൊണ്ട് ഈ പറഞ്ഞ ഷാനവാസിനെ ഗെയിമിലേക്ക് കൂട്ടാൻ വിളിച്ചതാണ്. പക്ഷേ ലക്ഷ്മി അത് വിചാരിച്ചത് ഷാനവാസ് എന്ന് പറയുന്ന ഒരാൾ ഈ ഗെയിം പൊളിക്കും, അപ്പം ഷാനവാസിനെ പൊള്ളത്തരങ്ങൾ കള്ളത്തരങ്ങൾ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അക്ബർ ഇത് ചെയ്തതെന്ന് പറഞ്ഞ സമയത്ത് വലിയ ഹീറോയെ പോലെ ലക്ഷ്മിയെ നോക്കിയിട്ട് കൈയടിച്ച് താങ്ക്സ് എന്ന് പറയുന്ന ഷാനവാസിനെ കണ്ട സമയത്ത് സത്യത്തിൽ എനിക്ക് കഷ്ടം തോന്നിപ്പോയി. കാര്യം ഇദ്ദേഹത്തെ ആണോ പ്രേക്ഷകർ ഒരു വിഭാഗം നല്ലൊരു ഗെയിമറായിട്ട് കണ്ടത്? പക്ഷേ ആ ഒരു മൊമെൻറ്റ് മാറ്റി നിർത്തിയത് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും ഷാനവാസിൻ്റെതായ രീതിയിൽ മികച്ച രീതിയിൽ നിന്നൊരാളാണ്. ഈ ഒരു മൊമെൻറ്റിലാണ് അദ്ദേഹം ഈ മറ്റുള്ളവർ പരിഹസിക്കുന്നത് കണക്ക് അദ്ദേഹം ഒരു പൊട്ടനായി പോയോ എന്ന് തോന്നിപ്പോകുന്നൊരു മൊമെൻ്റ് ഉണ്ടായതും ആ ഒരു സമയത്താണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അനുമോളൊക്കെ തുടക്കം തൊട്ട് എന്ത് കോണ്ടന്റാണോ കൊടുക്കുന്നത് അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അനുമോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നൂറയ്ക്ക് ലക്ഷ്മിക്കൊന്നും പ്രത്യേകിച്ച് അവിടെ യാതൊരു സ്പേസും നിലവിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ലക്ഷ്മിയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയാൻ പറ്റും. ആരെങ്കിലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ച് അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന മാത്രം ഒരു മത്സരാർത്ഥിയായിട്ട് മാത്രമാണ് ലക്ഷ്മി ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്തായാലും ഞാൻ കണ്ട ബിഗ് ബോസിലെ കാഴ്ചകൾ. അത് നിങ്ങൾക്കിനി അങ്ങനെ ആകണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കാം. നിങ്ങൾക്ക് ഓരോ മത്സരാർത്ഥിയെക്കുറിച്ച് നിങ്ങളുടെ റീഡിങ് വ്യത്യസ്തമായിരിക്കാം. ഇത് ഈ ഷോയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കണ്ട കാഴ്ചകൾ മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങൾ മികച്ച രീതിയിൽ തന്നെ മത്സരാർത്ഥികളെ കണ്ടെത്തി ഇനി അങ്ങോട്ടുള്ള ഓരോ വോട്ടിങ്ങിലും വളരെ ബുദ്ധിപരമായി ചിന്തിച്ച് ഏറ്റവും മികച്ച രീതിയിൽ പ്രേക്ഷകർ ഗെയിം കളിക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിഗ് ബോസിലെ ഓരോ എവിക്ഷനും വളരെയേറെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ആരെ നിലനിർത്തണം, ആരെ എവിക്റ്റ് ചെയ്യണം, അവസാനത്തെ 5 പേരായിട്ട് ആരൊക്കെ ഉണ്ടാകണമെന്ന് പ്രേക്ഷകർ കൃത്യമായിട്ട് മനസ്സിലാക്കി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.